ശ്രദ്ധിക്കുക. ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 16605 മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ഇപ്പോൾ അനൗൺസ്മെന്റ് കേട്ട വണ്ടിയൊന്നുമല്ല, ഞാൻ പോകുന്നത് ഏറ്റുമാനൂർക്കാണ്. കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ പിന്നിലാണെങ്കിൽ വേറെ ഏതോ ഭാഗത്തേക്കുള്ള ഒരു ട്രെയിനും കൂടി എടുക്കുന്നുണ്ട്. 1, 2, 3 പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു ഇത്. പാലക്കാട് ഡിവിഷനിലെ ട്രെയിനാണെന്ന് തോന്നുന്നു. PGT DIV N. പിന്നെ 110 km/h ഇതിൻ്റെ സ്പീഡ്, മാക്സിമം സ്പീഡ്. പിന്നെ ടയർ 36.40 ടൺസ്. അത്രയും ടണ്ണ് വെയിറ്റൊക്കെ ഉണ്ടല്ലോ ഇനി. അതിൻ്റെ ഇപ്പുറം ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് 25,000 വോൾട്ട് ഇലക്ട്രിക് വയർസ്. ഇതാണ് ട്രെയിന്. ഫുള്ള് ജനറൽ കോച്ചുകളാണ്. അവിടെ പേര്, എൻ്റെ ട്രെയിൻ നമ്പറും സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകുമ്പോൾ 56,609. നിലമ്പൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ 56,608. പാലക്കാട് നിന്ന് നിലമ്പൂർക്ക് 56,607. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് 56,610. തൃശ്ശൂർക്ക് വരുമ്പോൾ 56,624. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ 56,623. അങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണിത്. ശരിക്കും ട്രെയിനൊക്കെ വന്നിരിക്കുന്ന സ്ഥലം അവിടെയാണ്. 1, 2 പ്ലാറ്റ്ഫോം. സോറി, ഇത് 3ാമത്തെ അല്ല, ഇത് 4ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജനറൽ ടിക്കറ്റൊക്കെ എടുക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് തന്നെ പോയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ഒരു AVTM എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീൻ കണ്ടു. ആ മെഷീനിൽ വേറൊരാൾ അങ്ങനെ എടുക്കുന്നത് കണ്ടു. അത് കണ്ടുകൊണ്ട് ഞാനും എടുത്തു. ഏറ്റുമാനൂർക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 60 രൂപയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ജനറൽ ടിക്കറ്റുകൾ ഇതാണ് ലോകമാന്യ തിലക് എക്സ്പ്രസ്. ഈ ട്രെയിനാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് ലോകമാന്യ തിലക് വരെ പോകുന്ന ട്രെയിനാണ്. ഫുള്ള് റിസർവ്ഡ് ട്രെയിനാണെന്ന് തോന്നുന്നു. ജനറൽ കോച്ചുകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ എല്ലാം AC കോച്ചുകളാണെന്ന് തോന്നുന്നു. സമയം 2:30 എൻ്റെ ട്രെയിൻ വരുന്നത് 3:10. അതുവരെയുള്ള സമയമുണ്ട്. അതുവരെ ഇവിടേക്ക് കറങ്ങി നിൽക്കാം. എനിക്ക് പോകേണ്ട ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് എനിക്ക് പോകേണ്ട ട്രെയിന്. വേണാട് എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. ഇത് 3:20 തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും ഏറ്റുമാനൂർ എത്തും. ഈ ട്രെയിനിൻ്റെ കോച്ചുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ പുതിയ കോച്ചുകളാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ സീറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാം. അതേപോലെ ഒരു പ്രത്യേക ടൈപ്പുള്ള സീറ്റുകളാണ്. പുതിയ ഇൻറ്റീരിയർ, അത്യാവശ്യം നല്ല പുതിയ ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രെയിനിൻ്റെ അകത്ത് വലിയ കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പോകാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രെയിനിൽ കയറി. എൻ്റെ അകത്ത് കപ്പലണ്ടി കച്ചവടക്കാരൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്ന ട്രെയിനാണ്. വേറൊരു കച്ചവടക്കാർ വന്നിട്ട് ഇങ്ങനെ സാധനം തൂക്കിടും. ഇതവിടെ അങ്ങനെ തൂക്കിയിടുന്നു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ. അൺറിസർവ്ഡ് കോച്ചിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടോ യാത്ര. ഇത് ഈ വണ്ടിയുടെ പ്രത്യേകതയാണ്, ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. എന്താണെന്ന് അറിയില്ല. ഈ വണ്ടിയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം എറണാകുളം കഴിഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം ജനങ്ങൾ ഇതിലേക്ക് കയറാൻ തുടങ്ങിയത്. എറണാകുളം വരെ എന്താ പറയുക, കാലി വണ്ടി പോകുന്ന പോലെ തന്നെയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോട് കൂടിയിട്ട് പോയി. കാരണം വെച്ചാൽ എനിക്ക് അധികം തിക്കും തിരക്കുള്ള ഒരു സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ എറണാകുളം വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എറണാകുളം കഴിഞ്ഞതിന് ശേഷം നല്ല തിക്കും തിരക്കും വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനായ കാരണം തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ എറണാകുളത്ത് നിന്ന്. അതുവരെ കുറച്ച് കാലിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, എറണാകുളം ടൗൺ മുതൽ തന്നെ തിരക്ക് തുടങ്ങി.
ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചി എയർപോർട്ടാണ് കാണുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ മനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സൈഡിലായിട്ട് കുറേ സോളാർ പാനലുകളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് കാണാം. അതിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചിയിലെ വൈദ്യുതി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ 2-3 വിമാനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വിമാനങ്ങളും കാണാം. അങ്ങനെ നല്ല ഭംഗിയിൽ അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് കാണുന്ന രീതിയിൽ അതിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാനൊരിക്കൽ എയർപോർട്ടിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? അങ്ങനെ എന്നെ ഇവിടെ ഏറ്റുമാനൂർ ഇറക്കിയിട്ട് വേണാട് എക്സ്പ്രസ് ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ പാസഞ്ചർ കേട്ടോ, കൂടുതൽ അൺറിസർവ്ഡ് കോച്ചുകളാണ് അതിലുണ്ടായിരുന്നത്. കുറച്ചൊക്കെ എ സി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, സംശയമാണ്. നേവി ടീമിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറിയത്, പക്ഷേ ടിക്കറ്റ് പരിശോധിക്കാൻ ആരും വന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ സ്റ്റേഷൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. നല്ലൊരു കാർ പാർക്കിങ്, റെയിൽവേ ട്രാക്ക്, പ്ലാറ്റ്ഫോം കൊള്ളാം. ഒരു ചെറിയ അടിപൊളി സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ സിനിമാ നടി ആശാശരത്തിൻ്റെ ഡാൻസാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൽ 7:30 പൊന്നാന ദർശന ദിവസം അദ്ദേഹം ഒരു ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു ഗുരുനാഥ. അവരുടെ പിന്നെ അനുഗ്രഹം മേടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിൽക്കുന്നത് പുതുപ്പള്ളി കേശവൻ ആനയാണ്. ഇതാണ് ഏറ്റുമാനൂർ അമ്പലത്തിലെ 7:30 പൊന്നാനകൾ. ഈ പൊന്നാന ദർശനത്തിൻ്റെ ദിവസം മാത്രമാണ് ആനകളെ പുറത്തേക്ക് എടുക്കുന്നത് എന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നിലായിട്ട് നിൽക്കുന്നത് പുതുപ്പള്ളി കേശവനാണ്. ഏറ്റുമാനൂർ അപ്പനെ ശിരസിലേറ്റുകൊണ്ടാണ് നിൽക്കുന്നത്. 5:23 5:27 ട്രെയിൻ വരുമെന്ന് പറഞ്ഞ നിലമ്പൂർ എക്സ്പ്രസ്. റിപ്പയർ ചെയ്യണ വണ്ടിയാ തോന്നുന്നു. ട്രാക്കുകളൊക്കെ ശരിയാണോ എന്നുള്ള പരിശോധിക്കാൻ പോകുന്നുണ്ട്.